ജീവൻ കൺമുന്നിൽ നിന്ന് നഷ്ടമായെന്ന് തോന്നിച്ചിട്ട് തിരികെ വരണം. അങ്ങനെ ഒരവസ്ഥ ഈ ശിവരാമനുണ്ടായിട്ടുണ്ട്. മരണം എങ്ങനെ അടുത്തു വന്ന് പിടിമുറുക്കി അട്ടഹസിച്ചു നിൽക്കുമ്പോ അമ്മയുടെ മുലപ്പാലിന്റെ മധുരവും കൊതിതീരാത്ത ബാല്യവും എന്റെ പ്രിയപ്പെട്ടവരും ഒക്കെ മുന്നിലിങ്ങനെ ചിരിച്ചു നിൽക്കും. അപ്പോൾ അവിടെ വാശിയില്ല, പണത്തൂക്കമില്ല, പ്രൗഢയും സ്ഥാനമാനങ്ങളുമില്ല. ഒരു നിമിഷം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് യാചിച്ചു പോകും ഏതൊരുത്തരും. ദാസ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവൻ പിന്നീട് ആത്മഹത്യ ചെയ്തത് ചരിത്രത്തിൽ വളരെ വിരളമാണ്. ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നവൻ പിന്നീട് അതിന് മുതിരില്ല. കാരണം സ്വയംഭൂ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ജീവൻ ഇല്ലാതാക്കാൻ ഒരിക്കലും നമുക്ക് ഒരു അവകാശവുമില്ല എന്ന തിരിച്ചറിവ് അവനുണ്ടാവും. ദാസിനെ ഈ നാട്ടിൽ അറിയപ്പെടുന്നത് തൃച്ചംബരത്തെ ഡ്രൈവർ എന്നാണ്. പക്ഷേ ഞങ്ങൾ ആരും ഡ്രൈവർ ദാസ് എന്ന് വിളിക്കാറില്ല. അഖിലയും എന്റെ മക്കളും ഒക്കെ ദാസിനെ ദാസേട്ടാന്ന് വിളിക്കാറ്. അഖില ദാസിനെ ഒരു കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദാസ് ഇപ്പോൾ ഈ തൃച്ചംബരത്ത് താമസിക്കുന്നത്. ദാസിന് ഇതെന്താ പറ്റിയത്? ഒരുപാട് കാലത്തിന് ശേഷം കണ്ട സ്വന്തം മോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിർത്താനുള്ള സമയത്ത് അവനെ നിർദാക്ഷിണ്യം ഒഴിവാക്കി അല്ലേ ദാസ്? അച്ഛ എന്ന സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടുവന്ന ആ കുഞ്ഞിനെ കണ്ണീരോടെ പറഞ്ഞു വിട്ടപ്പോ എന്ത് കിട്ടി ദാസിന്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ സർട്ടിഫിക്കറ്റ്. ആരും ആശ്രയമില്ലാതിരുന്ന സമയത്ത് അവരെ ഇട്ടെറിഞ്ഞു പോയതിന്റെ കുറ്റബോധം കൊണ്ടാണോ ഔട്ട് ഹൗസിൽ പോയി അവരെ കാണാത്തത്? അതോ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ കൽപ്പനയോ ദാസ് മക്കളെ കാണാൻ പോകരുതെന്ന്? പിന്നെന്തുകൊണ്ട് ദാസ് മക്കളെ കാണാൻ പോകുന്നില്ല? അവരെന്തു മഹാപരാധം ചെയ്തു ദാസിനോട്? പോട്ടെ, ദാസിന്റെ കണ്ണിൽ കല്യാണി തെറ്റി ചെയ്തവളായിരിക്കും. അച്ഛന്റെ വാക്ക് ധിക്കരിച്ചു എന്ന് ദാസിന് ന്യായവും പറയാം. പക്ഷെ അനിയൻകുട്ടൻ എന്ത് തെറ്റ് ചെയ്തു? പെറ്റമ്മയെ പോലും കണ്ടിട്ടില്ലാത്ത അവനെ വേദനിപ്പിക്കാൻ ദാസിന് എങ്ങനെ കഴിയുന്നു? ദാസ് എനിക്ക് ഇത്രയെങ്കിലും ദാസിനോട് പറയണമെന്നുണ്ടായിരുന്നു. ശരി, ഞാൻ പോകുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴും ദാസിന്റെ മനസ്സെനിക്കറിയാം. കാരണം ഞാനും 2 മക്കളുടെ അച്ഛനാണ്. It's turned out to be an unexpected move. അതെ അതെ, എന്റെ മഹാമന്ത്രിയെ ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ ഒരു ചാട്ടം ചാടി അരിഞ്ഞു വീഴ്ത്തിയ നിന്റെ അശ്വത്തെ ഞാൻ അംഗീകരിക്കുന്നു. അങ്കിള് കേട്ടിട്ടില്ലേ, ഒരു ഗുരുവും ശിഷ്യർക്ക് പൂർണ്ണമായും വിദ്യ പകർന്നു കൊടുക്കില്ല. അതെ, എന്നെ ഈ ചതുരംഗ പലകയിലെ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചതേ വർമ്മേങ്കള.
അപ്പോ ഞാൻ അറിയാത്ത ചുവടുകൾ കാലാളോ തേരോ ആനയോ നടത്തി എന്നെ പരാജയപ്പെടുത്തുമെന്ന വിശ്വാസം തന്നെയാ എനിക്ക്. ആയുധത്തിന്റെ വലിപ്പത്തെക്കാൾ തന്ത്രമറിഞ്ഞുള്ള അപ്രതീക്ഷിത കുതിച്ചുചാട്ടം എതിരാളിയുടെ വീര്യം കൂട്ടും. അതാണ് ചരിത്രം. ഒരു കാറ് വന്നല്ലോ. അത് ഈ ചതുരംഗ കളത്തിലുള്ള പോരാളിയല്ല, ഒരു ഒളി പോരാളിയാ. തൃച്ചംബരത്തെ വിലാസിനി. എന്നാ പിന്നെ ഈ പഴയ രാജാവിനെ തോൽപ്പിക്കാതെ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കാം. എന്താ പറയുക? വന്നത് ആനയല്ല, ഒരു മോഴയാ. മോഴയോ? ആര്? ജയന്തിയോ? ആ, അത് മോഴയല്ല, വെറും പാഴ. അങ്ങനെ അങ്ങ് പാഴാക്കല്ലേ അവളെ. ഭൂമി പൂജയ്ക്ക് അഖിലയെ സ്പോട്ടിൽ എത്തിച്ചത് അവളുടെ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് വഴി തെറ്റി അങ്ങനെ ജയന്തി ഏതായാലും ഇങ്ങോട്ട് കയറി വരില്ല. എന്തെങ്കിലും സാരമായ കാര്യമുണ്ടാവും. തൃച്ചംബരത്തെ വിലാസിനിയുടെ ദൂതുമായുള്ള വരവായിരിക്കും. നമസ്കാരം പ്രിയങ്കേ. നമസ്കാരം മാനേജറെ. അയ്യോ, ഇങ്ങനൊരു പേര് ഞാൻ മറന്നുപോയല്ലോ. ഏതോ കോഴിയുടെ പേരായിരുന്നല്ലോ. നമസ്കാരം രാജാവേ. എല്ലാവരോടും നമസ്കാരം പറയാൻ വന്നതായിരിക്കും അല്ലേ? നമസ്കാരം ജയന്തി. എന്താ ആന്റി വന്നില്ലേ? ഇല്ല, വിലാസിനി ആന്റി ഇന്ന് അഖിലാന്റിയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണോന്നേ അഖിലാന്റി പറഞ്ഞിരുന്നു. അതൊരു പുതിയ അറിവാണല്ലോ ജയന്തി. അഖിലാന്റിക്ക് നിന്റെ വിലാസിനി ആന്റിയെ കാണുന്നത് ചതുർത്ഥി കാണുന്നതിന് തുല്യായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം? അയ്യോ, ആപ്പിള്. അയ്യോ അയ്യോ, ഇത് പറയാനാണോ ആന്റി നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇത് മൈസൂർ ആപ്പിളാണോ ബാംഗ്ലൂർ ആപ്പിളാണോ? തിന്നു നോക്കിയാലേ അറിയാവൂ. പറയൂ, വിലാസിനെ ആന്റി എന്തറിയിക്കാനാ നിന്നെ ഇങ്ങോട്ട് ദൂതിനയച്ചത്? ഇത് സംഭവം അത് തന്നെയാ, മൈസൂർ ആപ്പിളാ. ദൂതുമായിട്ട് വന്നവരെ കൊന്ന ചരിത്രം നാഗമടത്ത് കോവിലകത്തിനില്ല. എന്താ ഇത്? ചുമ്മാ പേടിപ്പിക്കല്ലേ. ഇപ്പൊ ആപ്പിള് തൊണ്ടേ കുടുങ്ങി ചത്തേനെ. ജയന്തി, വന്ന കാര്യം പറയാ. ആന്റി എന്താ പറഞ്ഞു വിട്ടെ? പറയാം. തൃച്ചംബരത്തെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. അതാര്? ഡ്രൈവർ ദാസേട്ടൻ. ദാസേട്ടനോ? അതെ, ഇന്നലെ രാത്രി എങ്ങാനും എത്തിയതാ. ഇന്നാ കാണുന്നത്. അപ്പോ അയാളും കൂടി ചെന്നു ഔട്ട് ഹൗസില്? ഔട്ട് ഹൗസിലല്ല, തൃച്ചംബരത്ത്. ആ ഡ്രൈവർ തൃച്ചംബരത്താ താമസിക്കുന്നത്, അഖിലാനിയുടെ അതിഥിയായിട്ട്. ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞാലുടനെ തിരിച്ചു പൊക്കോണോന്നാ വിലാസിനി ആന്റിയുടെ ഓർഡർ. അല്ലെങ്കിൽ പ്രിയങ്കയുടെ കൂടെ ഈ ക്യാരംസ് ഒക്കെ കളിച്ചിട്ട് ഞാൻ പോവുള്ളായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരാപ്പിള് കൂടിയേ. പോട്ടെ രാജാവേ. മാനേജറെ പൊക്കോട്ടെ. അങ്കിളെ, ശ്രീയേട്ടാ, ജയന്തി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ദാസ് എത്തി.
അതും ഔട്ട് ഹൗസിലല്ല, തൃച്ചംബരത്ത്. എന്തിനായിരിക്കും? ദാസേട്ടാ, എന്താ കുഞ്ഞെ? അല്ല ദാസേട്ടൻ. അതെ, ദാസേട്ടൻ തന്നെയാ. കഴിഞ്ഞ 26 വർഷമായി തൃച്ചംബരത്തിന്റെ വാഹനങ്ങളുടെ വളയം പിടിക്കുന്ന സാരഥി. അതെനിക്കറിയാലോ ദാസേട്ടാ. അത്രേ കുഞ്ഞിനെ അറിയാവൂ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദാസേട്ടാ, എനിക്കറിയേണ്ടത് അത്. നിക്ക് കുഞ്ഞെ, ഞാൻ പറഞ്ഞു തീരട്ടെ. പണ്ട്, അതായത് 24 വർഷങ്ങൾക്ക് മുമ്പ്, നല്ല മഴയുള്ളൊരു രാത്രി. അതെ, അന്ന് നല്ല മഴയായിരുന്നു. അഖില മേഡം ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ഞാനായിരുന്നു ഡ്രൈവർ. ഞങ്ങളുടെ കാറ് ഒരു വളവ് തിരിഞ്ഞതും എതിരെ വരുന്നൊരു പാണ്ടി ലോറി ഞങ്ങളുടെ കാറിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർ ഇറങ്ങിയോടി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അഖില മേഡത്തിനെ ആ പാണ്ടി ലോറി കയറ്റി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അന്ന് അഖില മേഡം കുഞ്ഞിനെ ഉദരത്തെ ചുമക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസമാണ് അഖില മേഡത്തിന് ബോധം വീണത്. ആ ആക്സിഡന്റിന്റെ ഭീകരത പിന്നീട് ഓർക്കാതിരിക്കാൻ ആ കാറ് 2 ദിവസത്തിനകം പണി തീർത്തിട്ട അഖില മേഡത്തിനെ ശിവരാമൻ സാറ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന്. പക്ഷെ പിന്നീടാണ് അത് വെറൊരു ആക്സിഡന്റ് അല്ല, കൊലപാതക ശ്രമമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. കാരണം കാറിന്റെ പിൻസീറ്റില് അഖില മേഡം ഇരുന്ന ഭാഗത്തായിരുന്നു ആ ലോറി ഇടിച്ചു കയറിയത്. പക്ഷേ ഇന്ന് വരെ അതൊരു കൊലപാതക ശ്രമമായിരുന്നു എന്നും കാറിന്റെ 3/4 ഭാഗവും ഇടിയുടെ ആഘാതത്തിൽ തകർന്നുപോയിന്നും അഖില മേഡം ഈ നാവിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. അതല്ല ദാസേട്ടാ, ഞാനീ പറഞ്ഞ സംഭവം നടന്നിട്ട് ഒരുപാട് വിഷു ഓണൊക്കെ കഴിഞ്ഞു എന്നുള്ളത് കുഞ്ഞോർക്കണം. അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ളൊരു കഥയായത്. അന്നത് പറയാതിരുന്നത് അഖില മേഡത്തിന് അതൊരു ഷോക്കാവൂന്ന് കരുതിയും അങ്ങനെ സംഭവിച്ചാൽ അത് അഖില മേഡത്തിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ദോഷാവൂന്നും കൂടി കരുതിയ. ആ കരുതലിന്റെ ഫലമാണ് കുഞ്ഞിങ്ങനെ ഇപ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. ഇപ്പൊ കുഞ്ഞിനൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അറിയേണ്ട കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കാവൂ, പറയേണ്ട കാര്യങ്ങളെ പറയാവൂ. അന്നേ ഈ ദാസേട്ടൻ ഇങ്ങനെയാ, പറയണം തോന്നിയാലേ പറയാറുള്ളൂ. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം.
തൃച്ചംബരത്ത് വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ തന്നെയാണോ? അമ്മ ഞങ്ങളെ വിട്ടകന്നതിന് ശേഷം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഞങ്ങളെ വേദനിപ്പിക്കാത്ത അച്ഛനാണോ ഇത്? അച്ഛൻ എങ്ങനെയാ അമ്മേ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റണേ? അമ്മയ്ക്കറിയാലോ, അനിയൻകുട്ടന് അമ്മയുടെ സ്നേഹം പോലും കിട്ടിയിട്ടില്ല. ആ സങ്കടം അവനറിയാതിരിക്കാൻ അവന്റെ ചേച്ചിയായും ഒപ്പം തന്നെ അമ്മയായും മാറിയവളാ ഞാൻ. ഞങ്ങളെങ്ങനെ ജീവിക്കുന്നു എന്ന് അച്ഛൻ അറിയണ്ട. പോട്ടെ, എന്റെ വല്യുഞ്ഞിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു ദിവസം പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല അച്ഛൻ. അറിയോ അമ്മയ്ക്ക്? പാവാനിയും അച്ഛനെ കണ്ട സന്തോഷത്തില് അച്ഛന്ന് വിളിച്ച് ഓടിച്ചെന്നപ്പോ ആട്ടിയിറക്കി വിട്ടു അവനെ. എന്താ അമ്മേ, അച്ഛന്റെ ഹൃദയം കല്ലായി പോയോ? അമ്മ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. അഖില മേഡത്തിനോടുള്ള കൂറും സ്നേഹവും കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നല്ലേ? മക്കളെ തള്ളിക്കളഞ്ഞിട്ടാണോ അഖില മേഡത്തിനോടുള്ള നന്ദി സ്നേഹവും കാണിക്കേണ്ടത്?